ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഇംഗ്ലണ്ടിൽ സന്ദർശനം നടത്തി അവിടെ ആളുകളെ വിളിച്ചു കൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണം. 3 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നിവിടെ കണ്ടതുപോലെ നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പോൾ വിദേശത്തു നിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് സമാഹരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷനാണ്, അവരുടെ അക്കൗണ്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് വി.ഡി. സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കം ഉണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് വിസിൽ, അതായിരുന്നു രമേശ് ചെന്നിത്തല ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പരിപാടി. എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ അഴിമതി ഇല്ലാതാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായി ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ആവുമ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഗൗരവപൂർണമായ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പുനർജനി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം പൂർണ്ണമായിട്ട് വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുകയും വിദേശ ഫണ്ട് വരികയും ചെയ്തു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം വി.ഡി. സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പോൾ വിജിലൻസ് കേസിൽ നിന്ന് വിദേശ ഫണ്ട് വിവാദത്തിൽ വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന പ്രശ്നം വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ 2018 മഹാപ്രളയത്തിന് ശേഷം വി.ഡി. സതീശൻ എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ FCRI ലംഘനം നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അനധികൃതമായിട്ട് വിദേശത്ത് ഫണ്ട് ശേഖരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. മണപ്പാട്ട് ഫൗണ്ടേഷനാണ് ഫണ്ട് കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ആദ്യം ഫണ്ട് പിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ ലണ്ടനിൽ ചെന്ന് നേരിട്ട് പണം ആവശ്യപ്പെട്ടതിന് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ അടക്കം പുറത്തു വന്ന പരിതസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടും വഴിക്ക് വെച്ച് അന്വേഷണം പൂർത്തിയാക്കി ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാട് തെറ്റാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ് തന്നെയാണ് അതിലെയും പ്രധാനപ്പെട്ട പ്രതി. ഇപ്പോൾ ചുരൽമല പ്രശ്നം കഴിഞ്ഞ് അപകടം സംഭവിച്ചത് അതിൻ്റെ 2ാം വാർഷികമാണ്. എല്ലാവരും ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഫണ്ട് പിരിക്കാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് പല രാഷ്ട്രീയ പാർട്ടികളും. അങ്ങനെയല്ല, ഞങ്ങൾ അവർക്കൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സർവീസ് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊന്നും കൊടുക്കേണ്ടതില്ല, ഞങ്ങൾ തന്നെ പ്രത്യേകം ഫണ്ട് പിരിക്കുകയാണ്, ഞങ്ങൾ തന്നെ വീട് വെച്ചു കൊടുക്കുകയാണ് എന്ന് പരസ്യമായിട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ
നിലപാട് സ്വീകരിച്ച് ഫണ്ട് പിരിവ് ആരംഭിച്ചു. ആ ഫണ്ടിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്, ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് ശക്തിയായ സമ്മർദ്ദം വന്നപ്പോൾ ശക്തിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്, ശവം തൂക്കി അതിൻ്റെ മേലെ ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് കട്ടുമുടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിൻ്റെ കണക്കെന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അന്ന് KPCC പ്രസിഡന്റ് തന്നെ മുന്നോട്ടേക്ക് വന്നു. അത് അബദ്ധമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. മാത്രമല്ല, അതിനുശേഷം ഞങ്ങൾ അടിയന്തരമായിട്ട് അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ പരിപാടി ആരംഭിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ മാസമായി യാതൊരു തരത്തിലുള്ള ഒരു കല്ലിൻ്റെ മേലെ മറ്റൊരു കല്ല് അവിടെ വെച്ചിട്ടില്ല. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ആ ഫണ്ട് മുഴുവൻ KPCC നേതൃത്വം തന്നെ ഫണ്ട് പിരിച്ചു എന്നും പിരിക്കണം എന്നും തീരുമാനിച്ച് പിരിച്ച് ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേവരെ ഒരു പൈസയും അതിൻ്റെ മേലെ ചിലവാക്കാൻ സാധിക്കാതെ ജനങ്ങളെ വഞ്ചിച്ച കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എന്താ വസ്തുത എന്നുള്ള കാര്യം വിശദീകരിക്കണം. ഇത് 2ാം വാർഷികമാണ്, ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വേറൊരു കാര്യം, എല്ലാ മേഖലയിലും ഗവൺമെൻറ് മാറി എന്ന് വന്ന ഉടനെ സർവീസ് സംഘടനാ രംഗത്ത് വലിയ രീതിയിലുള്ള അഴിമതി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റം ഓരോ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മലയാള മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പോലീസ് അസോസിയേഷനുകൾ കോൺഗ്രസിൻ്റെ പിടിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചു വരികയാണ് എന്ന് ഇന്ന് വളരെ വിശദമായൊരു ലേഖനം തന്നെ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് കേരളത്തിലെ പോലീസ് വിഭാഗത്തിൽ 3 പ്രധാനപ്പെട്ട പോലീസ് അസോസിയേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് KPA, എല്ലാവർക്കും അറിയാം, പിന്നെ KPOA ഓഫീസേഴ്സ് അസോസിയേഷൻ, പിന്നെ കേരള സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ KPSOA. ഈ 3 അസോസിയേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഭരണം മാറിയ ഉടനെ ഈ 3 അസോസിയേഷനുകളിൽ 2 അസോസിയേഷനുകളെ ഒന്നാക്കാൻ തീരുമാനിച്ചു. ആരോടും ചർച്ച ചെയ്തിട്ടില്ല, ഒരു ജനാധിപത്യ മര്യാദ സ്വീകരിച്ചിട്ടില്ല. 2 അസോസിയേഷനും ഒന്നാക്കാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ ആദ്യത്തെ KPAയും അതുപോലെ തന്നെ KPOAയും. 3ാമത്തത് സ്വതന്ത്രമായിട്ട് നിലനിർത്താനും തീരുമാനിച്ചു. എന്നിട്ട് സെപ്റ്റംബർ 30-ാം തീയതിക്കകം തെരഞ്ഞെടുപ്പ് നടക്കണം എന്നും പ്രഖ്യാപിച്ചു. അതിന് കോൺഗ്രസ്സുകാർ അച്ചടക്ക നടപടിക്ക് വിധേയനായ, ഞാൻ പറയുന്നല്ല കേട്ടോ, മനോരമ പറഞ്ഞാണ്, അച്ചടക്ക നടപടിക്ക് ആറും കൊല്ലം സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അതിൻ്റെ അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി. അവർ ഈ സംഘടന പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ ഹൈക്കോടതി ഈ അഡ്ഹോ കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു, അതിന് സ്റ്റേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും നിലനിർത്താത്ത, അവരോട് ചർച്ച പോലും ചെയ്യാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓരോ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പ്രഹരമാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഈ അസോസിയേഷനുകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിതിൻ്റെ എല്ലാം വക്താക്കളായി വരാൻ പോകുന്നു എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്.